മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ചെറിയ സംഖ്യകളായിട്ട് പണം സ്വരൂപിക്കുകയും അങ്ങനെ സ്വരൂപിക്കപ്പെട്ട പണം മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരം ചില മേഖലയിൽ നിക്ഷേപിക്കുകയും ആ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ആദായം നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിൽ നിക്ഷേപം വേണമെന്ന് നിർബന്ധിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഇന്ത്യയിലുണ്ട്. അതായത് ശരിയ ഫണ്ടുകൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇസ്ലാമിക മാർഗത്തിൽ അനുയോജ്യമല്ലാത്ത എല്ലാ മേഖലകളും തിരഞ്ഞെടുത്ത് അതിൽ മാത്രമായിരിക്കും അവർ നിക്ഷേപിക്കുക. ഒരു ഇസ്ലാമിക വിശ്വാസിക്ക് പലിശയിൽ നിക്ഷേപിക്കാൻ പാടില്ല, മദ്യം ഉൽപ്പാദിക്കുന്ന സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ പാടില്ല, ഹോട്ടൽ വ്യവസായത്തിൽ പാടില്ല, മനുഷ്യന് ആനഹരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വസ്തുക്കളിൽ നിക്ഷേപിക്കാൻ പാടില്ല, പലിശ ആദായമായി ലഭിക്കുന്നത് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ സ്ഥാപനങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. അതിലൊന്നും നിക്ഷേപിക്കാതെ അനുവദനീയമായ മേഖലയിൽ മാത്രം നിക്ഷേപിക്കുന്നതിനാണ് ശരിയ ഫണ്ട് എന്ന് പറയും. ഇന്ത്യയിൽ അങ്ങനെ 2 ഫണ്ടുകളുണ്ട്: ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്. ഇതിൽ നിക്ഷേപിക്കാൻ വെറും 1000 ഉറുപ്പിക കൊണ്ട് നമുക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കും. അത് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മേഖലയിൽ മാത്രമേ അവർ നിക്ഷേപിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഏത് മേഖലയിൽ നിക്ഷേപിക്കാൻ പ്രശ്നമില്ല എന്നുള്ളവർക്ക് പലിശാധിഷ്ഠിത മേഖലയിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അവർ അത് നിക്ഷേപിച്ചുകൊള്ളട്ടെ. അതേസമയം ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. പക്ഷേ ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ നിക്ഷേപിക്കുന്ന ഓഹരികൾ ബാങ്കിങ് ഓഹരികൾ ഉണ്ടാവാം, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ഓഹരികൾ ഉണ്ടാവാം. അതുകൊണ്ട് അതിൽ സൂക്ഷ്മത ലഭിക്കുകയില്ല. സൂക്ഷ്മത വേണ്ടവർക്ക് ഈ പറഞ്ഞ ടോറസ് എത്തിക്കൽ ഫണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലുള്ളതിൽ നിക്ഷേപിക്കാം. പരിപൂർണമായും ഇസ്ലാമികമായ ഫണ്ടുകളാണ്. അല്ലാത്തവർക്ക് മറ്റുള്ള തരത്തിലുള്ള ഫണ്ടുകളും നമ്മൾ ഇന്ത്യയിൽ ലഭ്യമാണ്. ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ ഏറ്റവും നല്ല നിക്ഷേപം എല്ലാ മാസവും മുൻകൂട്ടി ഒരു നിശ്ചയ സംഖ്യ തീരുമാനിക്കുകയും അങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അങ്ങനെ ചെയ്യുന്നതിന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയും, SIP എന്ന് പറയും. 4000 ഉറുപ്പിക വരെ ഓരോ മാസവും നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന് പാൻ കാർഡിൻ്റെ ആവശ്യമില്ല. പാൻ കാർഡ് നിർബന്ധമാണ് 4000-ൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ. ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിക്ഷേപ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംവിധാനമുണ്ട്. വടകരയിൽ ജിയോജിത്തിൻ്റെ ഓഫീസുണ്ട്, അവിടുന്ന് ആളുകൾ വന്ന് അത് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്, അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. എന്നതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ഓഹരികൾ നിക്ഷേപിക്കുക. ഓഹരികൾ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അതും നമുക്ക് സൂക്ഷ്മ പരിശോധന ചെയ്യാം. ഇന്ത്യയിൽ ഇസ്ലാമിക് ഇൻഡെക്സ് ഉണ്ട്, ശരിയ ഇൻഡെക്സ് ഉണ്ട്. ശരിയ ഇൻഡെക്സിൽ വരുന്ന കമ്പനികളെല്ലാം ഇസ്ലാമികമായി അനുവദനീയമായ കമ്പനികൾ മാത്രമാണ്. അതിൽ മാത്രം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ വിധത്തിൽ നിക്ഷേപിക്കുന്നു എന്നർത്ഥം. അത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് മറ്റുള്ള ഓഹരികളിൽ നിക്ഷേപിക്കാം. ഇങ്ങനെ ചെയ്യുന്ന നിക്ഷേപത്തിന് ആരംഭിക്കണമെങ്കിൽ ആദ്യം വേണ്ട പാൻ കാർഡ്. പാൻ കാർഡ് ഇൻകം ടാക്സിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഐഡന്റിറ്റി കാർഡാണ്. അതിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടായിരിക്കും, നമ്മുടെ പേരുണ്ടാവും, പിതാവിൻ്റെ പേരുണ്ടാവും, ഞങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ്. ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടാവും. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓഹരിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും. ഓഹരിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭവീതം, മൂല്യവർദ്ധനവ്, ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നമുക്കുണ്ടാവും, ബോണസ് മുതലായതുണ്ടാകും. അതും ഓഹരി ബ്രോക്കർമാരിൽ നിന്നാണ് അത്തരം സഹായങ്ങൾ ലഭിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയം പാടില്ല, അത്യാഗ്രഹം പാടില്ല, ക്ഷമ വേണം. നഷ്ടം വരുത്താനല്ല നിക്ഷേപങ്ങൾ എന്ന് ഓർത്തിരിക്കണം. സ്വയം ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ബോണസ് റെക്കോർഡും ഡിവിഡൻഡ് റെക്കോർഡും ഉയർന്ന ബുക്ക് വാല്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളതേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള സൂക്ഷ്മത ഉണ്ടായിരിക്കണം. ഇല്ലാത്തവർ അത് ഉള്ളവരിൽ നിന്ന് പറഞ്ഞു മനസ്സിലാക്കണം. മറ്റൊരു മേഖലയാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഭാഗം നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രായമെത്തുമ്പോൾ 10-18 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വിവാഹ സമയമാകുമ്പോൾ ഒരു സംഖ്യ കിട്ടുവാൻ സഹായകമാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അഥവാ
പിതാവ് മരിച്ചു പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുവാൻ വേണം, അങ്ങനെ സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ചില ആളുകൾ ഇൻഷുറൻസ് പോളിസി എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്നവർക്ക് ലൈഫ് ഇൻഷുറൻസിൻ്റെ ചില പോളിസികളുണ്ട്. അതെല്ലാം കാര്യങ്ങൾ നന്നായി പഠിച്ചു വേണം ചെയ്യുവാൻ. നിങ്ങൾ അടുത്ത ഏജന്റ് വന്ന് വായ കൊണ്ട് പറയുന്നത് മുഴുവൻ അതേ രൂപത്തിൽ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. കാര്യങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ബോധ്യപ്പെട്ടതിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല, നിങ്ങൾ കടലാസുകൾ ഒപ്പിട്ടാൽ ആ ഒപ്പിട്ടതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എന്താണോ അവർ ഫില്ല് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി മേടിച്ചതിന് ശേഷം കണ്ടതിന് ശേഷം അത് ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങളിൽ അവിടെ ഒരു ക്രോസ് ചെയ്ത് അത് ബ്ലാങ്ക് ആക്കി വിടാതെ ചെയ്തുകൊണ്ട് ഒപ്പിടേണ്ട സ്ഥലത്തെല്ലാം ഒപ്പിട്ട് അതിൻ്റെ ഒരു കോപ്പി മേടിച്ചിട്ട് മാത്രമേ മനസ്സിലാക്കിയിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ. എത്രയോ ആളുകൾ ഗൾഫിൽ നിന്ന് ഇവിടെ വരുമ്പോൾ സംഭവിക്കാറുള്ളത്, നമ്മുടെ വീട്ടിൽ ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണ് ഇൻഷുറൻസ് ഏജന്റുമാർ. അവർ ഈ വരുന്ന സഹോദരങ്ങൾ ഒരു 4 സാറങ്ങ് ഹോൾസെയിലാക്കി അങ്ങ് അടിച്ചുവിടും. അടിച്ചുവിട്ടിട്ട് ഇവിടെ പൗരപ്രമുഖരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച് പറയും, നിങ്ങൾക്ക് എന്താ ഇത്ര അങ്ങ് അടിച്ചു, 1 ലക്ഷം രൂപയുടെ ഒരു പോളിസി അങ്ങ് എടുത്തൂടെ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ഈ പാവം മനുഷ്യർ അവരുടെ മുമ്പിൽ വീണുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു, അങ്ങനെ എഴുതി കൊടുക്കുന്നു. അങ്ങനെ അവിടെ ചെന്നാലാണ് മനസ്സിലാവുന്നത് 6 മാസം കൂടുമ്പോൾ അടക്കണമെന്ന്. ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക ആകെ 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കലേ അടക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞൊക്കെ ചേർത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലെറ്റർ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് 6 മാസം അടക്കണം. അപ്പോൾ അടക്കാൻ പൈസ ഉണ്ടാവില്ല, ഈ അടച്ചത് നഷ്ടപ്പെടും. ഇങ്ങനെ ധാരാളം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് അധികം പ്രേരണ കൊടുക്കാറുള്ളത് സഹോദരികളാണ്. പ്രത്യേകിച്ചും ധാരാളം സഹോദരികളായിട്ടുള്ള സ്ത്രീ ഏജന്റുമാർ ഭർത്താവ് ഗൾഫിലുള്ള സമയത്ത് നിരന്തരം നിങ്ങളെ പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഭർത്താവ് വന്നപ്പോഴാണ് ആ പെൺകുട്ടിയെ ഒന്ന് സഹായിക്കാതെ വിചാരിട്ടൊന്ന് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വിളിച്ചു വരുത്തിയാൽ ഇങ്ങനെ ചതിക്കുഴിയിൽ ചാടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇതിലൊക്കെ ചേരൽ നല്ലതാണ്, ചതിക്കുഴിയിൽ ചാടരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയം ഇവിടെ സഹോദരികളുടെയൊക്കെ കയ്യിൽ ധാരാളം സ്വർണമുള്ളവരാണ്. കേരളത്തിൽ സ്ത്രീകളുടെ ജനസംഖ്യ 165 ലക്ഷമാണ്, 1,65,00,000. അതിൽ 30 ലക്ഷത്തിൻ്റെ കയ്യിൽ 1,65,00,000 സ്ത്രീകളുള്ളവരിൽ 30 ലക്ഷത്തിൻ്റെ കയ്യിൽ 50 പവൻ സ്വർണമുണ്ടെന്ന് നമ്മൾ കണക്കാക്കുക. 50 പവൻ എന്ന് പറഞ്ഞാൽ 400 ഗ്രാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൂക്കം 1200 ടണ്ണാണ്. ഞാൻ ഈ പറഞ്ഞത് വളരെ തുച്ഛമാണെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും, സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. 1200 ടണ്ണിൻ്റെ വില 2,52,000 കോടിയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 3 ലക്ഷം കോടിയാണ്. ഈ 3 ലക്ഷം കോടിയിൽ മറ്റൊരു കണക്കും കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 25% ജനസംഖ്യ മുസ്ലിം സഹോദരങ്ങളതാണ്. കാരണം ഒരു മുസ്ലിം സംഘടന ഓർഗനൈസ് ചെയ്തുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം ഈ 3 കോടിയിൽ 75,000 കോടി ഉറുപ്പിക മുസ്ലിം സഹോദരികളേതാണ്. ഈ മുസ്ലിം സഹോദരികൾ ആ 75,000 കോടി ഉറുപ്പികയ്ക്ക് 2% സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ 1575 കോടി ഉറുപ്പികയോളം വരും. 2% കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ പട്ടിണി കിടക്കുന്നവർ, ഒരു ഭവനമില്ലാത്തവർ, അസുഖം വന്ന് ചികിത്സിക്കാൻ പണമില്ലാത്തവർ, പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്തവർ ഒന്നും തന്നെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയില്ല. സഹോദരികളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഇരിക്കുന്ന സഹോദരികളോട് 5 പവനിൽ കൂടുതൽ സ്വർണം ധരിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 5 പേരെ കാണുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം 50 പവനിൽ കുറയാതെ സ്വർണമുള്ളവർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൈ ഉയർത്താനും സാധ്യതയുണ്ട്. ഇതാണ് സ്ഥിതി. കാരണം ഗൾഫുകാരുടെ ഭാര്യമാർ, ഗൾഫുകാർ പ്രത്യേകിച്ചും മലബാർ ഏരിയയിലുള്ള സുഹൃത്തുക്കൾ 50 പവൻ സ്വർണ്ണമൊന്നും ഇല്ലാതെ വിവാഹം കഴിക്കാറില്ല എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരികൾക്ക് ബഹുഭൂരിപക്ഷം മിനിമം 50 പവൻ സ്വർണം ഉണ്ടായിരിക്കും. 50 പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില നിങ്ങൾ കണക്കൂട്ടി നോക്കുക, അതൊരു ഭീമമായ സംഖ്യയാണ്.
ഞാൻ ഗൾഫിലുള്ള സഹോദരങ്ങളോട് പറയാറുള്ളത്, നിങ്ങളുടെ ഭാര്യ വീട്ടിലാണ് സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇല ഇളകിയാൽ പോലും ഭയപ്പെടുന്നു. ബാങ്കിലാണ് പണം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനത്തോടെ ഇരിക്കാറുണ്ട്. പക്ഷേ ഈ നിമിഷം മുതൽ പ്രിയപ്പെട്ട സഹോദരികളോട് പറയുന്നു, നിങ്ങളുടെ സ്വർണം ബാങ്കിൻ്റെ എവിടെയാണ് നിങ്ങൾ വെക്കാറ്? ലോക്കറിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെങ്കിൽ സമാധാനത്തോടു കൂടി ഇന്നു മുതൽ നിങ്ങൾ ഇരിക്കരുത്. നമ്മുടെ കേരളത്തിൽ ബാങ്ക് കൊള്ള ചെയ്ത ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ സ്വർണം സൂക്ഷിച്ച ബാങ്ക് കൊള്ളയടിക്കപ്പെടുകയും സ്വർണം നഷ്ടപ്പെടുകയും ചെയ്താൽ 1 കിലോ സ്വർണം നിങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 1 ലക്ഷം റുപ്യയുടെ നഷ്ടപരിഹാരമാണ്. നിങ്ങൾക്ക് ഭീമമായ നഷ്ടം സംഭവിക്കും എന്ന് ഓർക്കുക. നിങ്ങൾ വളരെ മനസ്സ് വേദനയോടുകൂടിയായിരിക്കുന്നത്. ഇത്രയും കാലങ്ങൾ കഴിഞ്ഞുപോയി. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. 20 മാസം പോലും ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു നല്ല ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ പലരും. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണം ഇന്നത്തെ ഉയർന്ന വിലയ്ക്ക് ധരിക്കുന്ന സ്വർണം വെക്കുകയും ബാക്കിയുള്ളത് നിക്ഷേപമാറ്റിമാക്കുകയും ചെയ്താൽ സുഖമായി അദ്ദേഹത്തിന് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച് അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സ്വർണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ്. എത്രയോ സഹോദരങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഖത്തറിലും സൗദിയിലും ജോലി ചെയ്യുന്ന, തുച്ഛ വരുമാനത്തിന് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, 700-ഉം 600-ഉം തരത്തിന് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ വിവാഹം കഴിച്ചത് 100 പവനും 150 പവനൊക്കെ വെച്ച് വാങ്ങിയിട്ടാണ്. അവരുടെ വരുമാനമല്ല പ്രശ്നം. വിവാഹം കഴിക്കുമ്പോൾ അയാൾ ഗൾഫിലായിരുന്നു എന്നതായിരുന്നു. അങ്ങനെയുള്ള സഹോദരങ്ങളോട് നിങ്ങൾ നാട്ടിൽ പോകൂ. ആ സ്വർണത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾ വിൽക്കുകയും നിക്ഷേപമാക്കി മാറ്റുകയും, നിങ്ങൾ അവിടെ കാർ ഓടിക്കുന്നവരാണെങ്കിൽ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇത് നിക്ഷേപമാറ്റിമാക്കുകയും മറ്റൊരു ഭാഗത്തൊരു വണ്ടി വാങ്ങിക്കുകയും അത് ഓടിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഭാര്യയുടെ സ്വത്തായ സ്വർണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്കൊരു തണലായി എപ്പോഴും നിലനിൽക്കും. അത് അവർക്ക് അവകാശപ്പെട്ട ഒരു തണലായി നിങ്ങൾക്കുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ധാരാളം ആളുകൾ അത് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് സ്വർണത്തിനെ വെച്ച് ദാനധർമ്മങ്ങൾ നൽകാതെ സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് തീക്കട്ടയാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അത് നിങ്ങൾക്ക് ശാപമായിരിക്കും എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അതേസമയം ഒരു ഉപയോഗവുമില്ലാതെ പണം സ്വരൂപിച്ചു വെക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സമൂഹത്തിന് മുഴുവൻ ഉപയോഗപ്പെടുന്ന വിധത്തിൽ കൂട്ടിവെച്ച സ്വർണത്തെ നമ്മൾ മാറ്റുകയാണെങ്കിൽ സമൂഹത്തിന് ഉപയോഗപ്പെടും. നമ്മൾ ദൈവിക മാർഗത്തിൽ അതിന് ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായും ദൈവികമായ അനുഗ്രഹം നമുക്കുണ്ടാവും എന്ന് നമ്മൾ ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം കൃഷിയാണ്. എനിക്കിവിടെ വന്നപ്പോൾ കാണുവാൻ സാധിച്ചത്, എൻ്റെ സ്വദേശം ചാവക്കാടാണ്. ചാവക്കാടിനോട് വളരെയേറെ സെംബ്ലൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. എന്നാൽ തന്നെയും ചാവക്കാടിനേക്കാൾ കൂടുതൽ ഓരോ വീടിൻ്റെ ചുറ്റുഭാഗത്തും സ്ഥലമുണ്ട്. ഇന്ന് ആർക്കും തന്നെ സ്വന്തമായി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ വളരെ കെട്ടുറപ്പുള്ള ഒരു സമൂഹമാണ് ഇവിടുത്തെ സമൂഹമെന്ന് എനിക്ക് ധാരാളം അനുഭവങ്ങളിൽ നിന്നറിയാം. ദുബൈയിൽ തന്നെ, UAE തന്നെ, ഖത്തറിൽ തന്നെ, മറ്റു പല സ്ഥലങ്ങളിലും സംഘടിതമായി പലതും കച്ചവടവും മറ്റും ചെയ്യുന്നവരാണ് ഈ ഭാഗത്തുള്ള ആളുകൾ. എന്നതുകൊണ്ട് തന്നെ ഈ മഹലിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ, കൂട്ടുകൃഷി അടിസ്ഥാനത്തിൽ സംഘടിതമായി പലതും ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കാരെ കൊണ്ടുവന്ന് യാന്ത്രികമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക വിധത്തിൽ ചെയ്യുവാൻ സാധിക്കും. പശു വളർത്തൽ നിങ്ങൾക്ക് ചെയ്യുക, പച്ചക്കറി കൃഷി ചെയ്യുവാൻ സാധിക്കും, കോഴി വളർത്തൽ ചെയ്യുവാൻ സാധിക്കും, മറ്റു പലതും ഇവിടെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യുക. ഭൂമി ഇനിയും വില വർദ്ധിക്കും, ഭൂമിയുടെ വില വർദ്ധിക്കും എന്നുള്ളതിന് സംശയം. കാരണം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ ഭൂലഭ്യതയുള്ള സംസ്ഥാനം കേരളമായതുകൊണ്ട് എല്ലാവരും ഒരു ഭവനമെന്ന സ്വപ്നം മനസ്സിൽ താലോലിക്കുന്നവരും ആയതുകൊണ്ട് ഭൂമിയുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായി ഭൂമി വാങ്ങിച്ചിടുന്നത് നല്ലതാണ്.
പക്ഷെ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ ജീവിക്കാൻ ഒരു മാർഗമായി തീരുകയില്ല. അതിൽ നിന്ന് ഓരോ സ്ക്വയർ ഫീറ്റ് മുറിച്ചു വിറ്റ് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. അതിന് മാർഗം വേറെ തന്നെ വേണം. പക്ഷേ ഇത് വലിയ സംഖ്യ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് തൽക്കാലത്തേക്ക് കൊള്ളാം. മറ്റൊരു നിക്ഷേപ മാർഗങ്ങൾ തന്നെയാണ്, കൃത്യമായ വരുമാനം ലഭിക്കാനുള്ള മാർഗങ്ങൾ തന്നെയാണ് നല്ലത് എന്ന് മനസ്സിലാക്കണം. എന്നതുപോലെ തന്നെ കച്ചവടവും ഏറ്റവും നല്ല മാർഗമാണ്. കച്ചവടം ചെയ്യുകയാണെങ്കിൽ അറിയാവുന്ന മേഖലയിലേക്ക് ഇറങ്ങുക. ഏതൊരു കച്ചവടമാണെങ്കിലും പ്രൊഫഷണലായി ചെയ്യാൻ മാത്രമേ ഇന്നെല്ലാം നടക്കൂ. പലപ്പോഴും നമ്മൾ ഒരാൾ ഒരു കാര്യം ചെയ്ത് വിജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരാൾ അത് ചെയ്തുകൊണ്ടാൽ അത് നന്നായിക്കൊള്ളണമെന്നില്ല. കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായ കണക്കുകൾ വെക്കുക. ഒരു കപ്പലാണെങ്കിലും ഒരു ചെറിയ ദ്വാരമുണ്ടെങ്കിൽ അത് മുങ്ങിപ്പോവും എന്ന് പറഞ്ഞതുപോലെ എത്ര വലിയ കച്ചവടമാണെങ്കിലും ചെറിയ കച്ചവടമാണെങ്കിലും അതിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് മുങ്ങിപ്പോകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായ ധാരണാപത്രത്തോടു കൂടി ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവാസികളായ ഭാര്യമാരും മാതാപിതാക്കളും സഹോദരങ്ങളുമായ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത്, നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പരിശ്രമിച്ചാൽ എല്ലാവർക്കും നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് ഞാനായിരുന്നില്ല. 20% നിങ്ങൾക്ക് മാറ്റിവെക്കുവാൻ സാധിക്കും, അത് മാറ്റിവെച്ചാലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ല അത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നു മുതൽ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ലോകത്തിലും പരലോകത്തും ഒരു നല്ല ജീവിതം ഉണ്ടാവുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉച്ചത്തിൽ ഏറ്റുപറയണം. ഞാൻ ഇതുവരെ ശ്രമിച്ച ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം മിതവ്യയശീലം ജീവിത രീതിയാക്കുമെന്നും അനാവശ്യമായതും നിർബന്ധമല്ലാത്തതുമായ ചെലവുകൾ ചെയ്യുകയില്ലെന്നും എനിക്ക് ലഭിക്കുന്ന മാസവരുമാനത്തിൽ നിന്നും 20% എല്ലാ മാസവും എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുമെന്നും പ്രസ്തുത സമ്പാദ്യം എല്ലാ മാസവും